അല്പം വൈകി. പക്ഷെ വന്നതോ വെറും ഉയർത്തെഴുന്നേൽപ്പല്ല, എതിരാളികളുടെ തട്ടകത്തിൽ പോയി അവരെ നിരംബരിച്ചാക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം മികച്ചത് തന്നെയായിരുന്നു. എബിൻ ദാസിലൂടെയാണ് ആദ്യ ഷോട്ട് ശ്രമം നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനുശേഷം റയാൻ വില്യംസിന്റെ ഷോട്ട് വളരെ മനോഹരമായി ഹാർഷ് ഇന്നത്തെ മത്സരത്തിൽ മികച്ച രക്ഷപ്പെടുത്തലുമായി തുടക്കം മുതൽ തന്നെ കളം നിറഞ്ഞ് നിന്നിരുന്നു. നോ ലുക്ക് പാസിലൂടെയാണ് വില്യംസിലേക്ക് ആ പന്തെത്തിയത്. അവിടെ രക്ഷപ്പെടുത്താൻ ഇടപെടുന്നതിനിടയിൽ ഒരു ഓൺ ഗോൾ വരികയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ. ആ ഒരു ഗോളിനാണ് ബാംഗ്ലൂർ FC മുന്നിട്ട് നിന്നത്. ഫലാവു അദ്ദേഹം വളരെ നല്ലൊരു അറ്റംപ്റ്റ് നടത്തി നോക്കിയത് ഓൺ ഗോളിൽ കലാശിക്കുകയായിരുന്നു. അതിനുശേഷം നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ റെഡ് കാർഡിലേക്ക് പോയത്. അവിടെ ബ്രയാൻ എമാൻ സാൻചസ് അർജന്റീനിയൻ താരം റെഡ് കാർഡ് നേടി പുറത്തേക്ക് പോകുന്നു. ബാംഗ്ലൂർ 10 പേരുമായി ചുരുങ്ങുന്നു. അതിനുശേഷവും നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ആഷിഖ് കരുണിന്റെ ആ ഷോട്ട്, അവിടെയും ഹാർഷിന്റെ മനോഹരമായ ഒരു ഫുൾ സ്ട്രെച്ച് ഡൈവ്. പിന്നെയാണ് ഡിഫൻസിനെ കീറി മുറിച്ച എബിൻ ദാസിന്റെ പാസ്. ആ പാസ് കൃത്യമായി സ്വീകരിക്കുന്നു ബർത്തമ്യു. അദ്ദേഹം വളരെ കൃത്യമായി ഗോൾ കീപ്പറെ, ഏറ്റവും മികച്ച ഗോൾ കീപ്പറെ തന്നെ മറികടന്ന് ഗോള് കണ്ടെത്തുന്നു, സമനില ഗോള് കണ്ടെത്തുന്നു. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എബിൻ ദാസിന്റെ മുന്നേറ്റങ്ങൾ പിന്നെ കണ്ടു. പിന്നെയാണ് ഏറ്റവും സ്പെഷ്യലായ ഒരു സ്കില്ല് നമ്മൾ കണ്ടത്. അതിനുശേഷം ഒരു തകർപ്പൻ ഷോട്ടും നട്ട്മഗിലൂടെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറെ നട്ട്മഗ് ചെയ്തുകൊണ്ട് തന്നെ ഫ്രാൻചു കേരള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുന്നു. പ്രാഞ്ചിയേട്ടൻ പൊളിച്ചു. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പേര് അവരുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾക്ക് നൽകുന്ന ഒരു ശീലമുണ്ട്. ഇനി മുതൽ നമ്മുടെ പ്രാഞ്ചിയേട്ടനിലാണ് നമ്മുടെ പ്രതീക്ഷ. അദ്ദേഹം വന്നു, കളി മാറ്റി, ഏറ്റവും മികച്ച ഗോൾ കീപ്പറെ പരാജയപ്പെടുത്തി. ഇതുവരെ കീഴടക്കാത്ത ആ തട്ടകം